എന്നാൽ പിന്നെ ദാ കിടക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. ബാക്കി പപ്പയുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കുവാണ്. ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഗൈസ്, ആയുർവേദ ഹോസ്പിറ്റലാണ്. സോ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിവിടെ നിന്നപ്പോൾ പപ്പ എനിക്ക് കുറച്ച് പപ്പീസ് അവിടെ കിടക്കുന്ന കാണിച്ചു തന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഒരാളാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു, അതിനെയൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ എനിക്ക് ബോറടിച്ചു അങ്ങനെ നിന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ചെറിയ റൂമാണ്. അപ്പോൾ ഫാൻ ലൈറ്റൊക്കെ കാണിച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഈ കട്ടിലിടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് അപ്പുറത്തെ കട്ടിലിടുന്ന സാധനമൊക്കെ ഇപ്പുറത്ത് വെച്ചു. ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്വന്തമായിട്ട് മേലോട്ട് നോക്കി മിഴിച്ച് നിന്നപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. ആ അമ്മമ്മ വന്നിട്ട് പറഞ്ഞു കുറച്ച് കട്ടൻ ചായ മേടിച്ചുകൊണ്ട് വരുമെന്ന്. പിന്നെ എന്താ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ലാലാല പാടി വണ്ടി എടുത്ത് പോകാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വണ്ടി എടുത്തില്ല. ഇവിടെ ഭയങ്കര നല്ല ആംബിയൻസ് ആണ്, നടന്നു പോകാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്നു. ഹലോ 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 ഹലോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ്. ഭയങ്കര രസമുണ്ട്. ആമ്പൽ അങ്ങനത്തെ ഒത്തിരി കുറേ ഔഷധ ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പേരൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ വായി നോക്കി നടന്ന് നേരെ അവിടെ ചെന്നു. ഇവിടെ വിറകടുപ്പിൽ ഈ അമ്മുമ്മയാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ അമ്മുമ്മയുടെ നിന്ന് ഞാൻ നേരെ കട്ടൻ ചായയൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോയി, നമ്മുടെ റൂമിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ചെടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ, എല്ലാം ഏതാണ്ടൊക്കെ ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു ടി വി ഒക്കെ ഉണ്ടായിരുന്നു, വൻ സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പപ്പ ഇവിടെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കമ്പനി എടുക്കാമെന്ന് വെച്ച് ഞാനും വെറുതെ ഒന്ന് ഇവിടെ ഇരുന്നു. അപ്പം മമ്മി താണ്ട് ഇവിടെ മാങ്ങ അരിയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും മാങ്ങയൊക്കെ എടുത്ത് തിന്നാന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു താഴെ ഒരു ബക്കറ്റ് കൊണ്ട് വെക്കണമെന്നുണ്ടായിരുന്നേ. അവരെന്തോ മരുന്നൊക്കെ ഒഴിച്ച് വെക്കും. അപ്പോൾ ആ ബക്കറ്റ് നമ്മൾ പേരൊക്കെ എഴുതി അവിടെ കൊണ്ടുവയ്ക്കണം. അവിടെ ചെന്നപ്പോൾ ബക്കറ്റ് വയ്ക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞ് ചേട്ടൻ 2 വഴക്ക്. അപ്പം ഞാൻ പിന്നെ നൈസായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വന്നതേ ഉള്ളൂ, അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ആ ചേട്ടൻ വന്ന് അങ്ങ് എടുത്തിട്ട് പോയി. പിന്നെ ഞാൻ വീണ്ടും മേളിൽ കയറി ചെന്ന് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് താഴോട്ട് നോക്കിയിട്ട് എൻ്റെ ബക്കറ്റ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ ബക്കറ്റ് ആർക്കും വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ താഴെ കഞ്ഞി വന്നു. പിന്നെ ഞാൻ പോയി നേരെ കഞ്ഞി മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ഉപ്പും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ അപ്പുറത്തെ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത അമ്മമ്മയുടെ അവിടെ പോയി കുറച്ച് ഉപ്പ് മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പ് ഇട്ട് കഞ്ഞി അങ്ങ് എടുത്ത് കുടിച്ചു. പിന്നെ ആ ഉപ്പിനെ ഞാൻ അവിടെ തന്നെ കെട്ടി സൂക്ഷിച്ചു വെച്ചു, നാളെ നമുക്ക് ഉപ്പ് വേണമല്ലോ. പിന്നെ കൊതുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ചൊരു കൊതുകുതിരി എടുത്തപ്പോൾ തീപ്പെട്ടിയില്ല. പിന്നെ വിചാരിച്ചു തീപ്പെട്ടി വാങ്ങാൻ പോകുന്ന വഴിക്ക് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ഒരു തീപ്പെട്ടിക്ക് വരെ 2 തീപ്പെട്ടിയും മേടിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഫുഡില്ല. പിന്നെ ഞാൻ കടയിൽ ചെന്ന്